നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മികച്ച പോലീസ് സംവിധാനത്തിന് പേരുകേട്ട സംസ്ഥാനമാണ് കേരളം. സ്കോട്ട്ലാൻഡ് യാർഡിനെ വെല്ലുന്ന അന്വേഷണ മികവുള്ള സേനയുടെ പേരാണ് കേരള പോലീസ്. പക്ഷേ ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടത് കൊളോണിയൽ കാലത്തെ പോലീസിനെ പോലും നാണിപ്പിക്കുന്ന രംഗങ്ങൾ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഇത്തരം പുഴുക്കുത്തുകൾക്ക് എങ്ങനെ തുടരാനാകുന്നു എന്നതാണ് എൻ്റെ സംശയം. അടിയന്തരാവസ്ഥയുടെ ഭാഗമായി ലോക്കപ്പ് മർദ്ദനം ഏറ്റുവാങ്ങിയ നേതാവിൻ്റെ പേരുകൂടിയാണ് പിണറായി വിജയൻ. രക്തം പുരണ്ട വസ്ത്രം നിയമസഭയിൽ ഉയർത്തിപ്പിടിച്ച് പോലീസ് രാജിനെതിരെ ആഞ്ഞടിച്ച നേതാവ് ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇത് നടക്കാമോ? അതോ നിലപാട് മാറ്റി പിണറായി ഇന്ന് പോലീസ് ക്രൂരതയ്ക്ക് മൗനാനുവാദം നൽകുന്നുണ്ടോ? അതോ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സംവിധാനമായി മാറിയോ കേരള പോലീസ്? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മളോടൊപ്പം യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ ചേർന്നുണ്ട്. എന്നോടൊപ്പം ഷിജു യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഷിജു നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലമാരം പറയുന്നു, ഇതിന് കർശന നടപടി ഉണ്ടാകണം. ക്രിമിനൽ സ്വഭാവമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റില്ല എന്ന് രഘുനന്ദനൻ എന്നോട് യൂട്യൂബിൽ ഇപ്പോൾ തന്നെ മറുപടി പറയുന്നു. ഗൗതം എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ഗൗതം, ഹലോ. ഗൗതം, ഇത് എന്തിൻ്റെ സൂചനയാണ്? പോലീസ് അക്രമം ഇങ്ങനെ കുന്നംകുളത്ത് ഒരു യുവാവിനെ കൊണ്ടുപോയി തല്ലിച്ചതച്ച് ഈ ക്രൂരകൃത്യം നടത്തുമ്പോൾ ഇത് എന്തിൻ്റെ സൂചനയാണ്? പോലീസിന് ഈ സർക്കാരിന് ഭയമില്ലേ? അതോ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ പോലീസിനെ? സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയാതെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുള്ളത്. സർക്കാർ മികച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയത്തിന്റെ അങ്ങേയറ്റത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. മുഖ്യമന്ത്രി ഇതിൽ കർശനമായ ഇടപെടൽ നടത്തേണ്ടതാണ്. യെസ്, വ്യക്തമാണ്. ദിവാകരൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, കേരളം ഓണം ആഘോഷിക്കും ആണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ദൃശ്യം പുറത്തു വരുന്നത്, ഈ നാടിനെ നാണിപ്പിക്കുന്ന ദൃശ്യം. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ശ്രീ ദിവാകരൻ? അതായത് നിഷ്കളങ്കരായിട്ടുള്ള കുറ്റാരൂപനാക്കി സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചവരായി സ്ഥിതി ചെയ്യുന്ന ഇനിയെങ്കിലും ചില പോലീസുകാർ നടപ്പിൽ വരുത്തിയാൽ ജനകീയ കോടതി മുഖേന അവർ കോടതിയിലൂടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിന്നെ വ്യക്തമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പോത്തൻകോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം സാർ. എന്താണ് ഈ ദൃശ്യം കണ്ടപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ തോന്നുന്നു മനുഷ്യനെ കുരിച്ചെടുത്ത് ഇടിക്കുകയാണ്? ഇത് ഏത് കാലഘട്ടത്തിൽ വന്നതാണെന്നാണ് സാധാരണഗതിയിൽ വരെ? എന്തായാലും ആ ചെറുപ്പക്കാരന്റെ വിഷമത്തിന് ഞാൻ പങ്കുചേരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സത്യം എന്റെ കയ്യും കാലം മറച്ചോണ്ട് വരികയാണ്. കാര്യം ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. ഈ നരാധവന്മാരെ എന്ത് വില കൊടുത്തും യവന്മാരെ ഈ പാർട്ടിക്കാരെടുത്ത് പറയണം, ഇത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കരുത്. ഈ പയ്യനെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി യവന് വേണ്ടി സമരരംഗത്തിറങ്ങി യവന്മാരെ റോഡിൽ കൂടെ നടക്കാനോ ഒരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യാനോ യവന്മാരെ വീട്ടിൽ പോലും ഇരിക്കാൻ യവന്മാരെ സമ്മതിക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഏതായാലും വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നത് കായംകുളത്താണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഇതെന്താണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മൊയ്തീൻ കുഞ്ഞിന് മനസ്സിലാകുന്നത്? പോലീസിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായി എന്നാണോ, അതോ ഇത് നാട്ടിലൊക്കെ നടക്കുന്ന സ്ഥിര സംഭവങ്ങളാണോ? ഇത് 2016 മുതല് ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാർ അനുഭവിച്ചിരുന്ന ഒരു കാര്യമാണ്. ആളുകളെ കോൺഗ്രസ്സുകാരെ കൊണ്ടുപോയി ഇതുപോലെ ഇടിക്കുകയാണോ? അതെ, പോലീസിന്റെ ഭാഗത്ത് മാത്രമല്ല, ഈ CPM-ന്റെ ഗുണ്ടകളും കൂടെ ചേർന്ന് ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാരെ ദിനം പ്രതി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ വന്നാലും പോയാലും ഒരു 7 മാസം 8 മാസം കൂടെ അനുഭവിച്ചാൽ മതിയല്ലോ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീനിവാസ്, ശ്രീ ശ്രീനിവാസിന് എന്ത് തോന്നുന്നു? ഇയാളെ മദ്യപിച്ചതായി വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അതിനൊന്നും ഡോക്ടർമാരുടെ കൂട്ട് കിട്ടിയില്ല. അങ്ങനെ ഒടുവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ 2 വർഷം കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ത് പറയുന്ന നമ്മള് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കില്ലേ, ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇവനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ മേലാധികാരികളാണ്. പക്ഷേ 4 മാസം 5 മാസം കൂടി ക്ഷമിക്കണ്ടോ? ഇതൊക്കെ കഴിഞ്ഞാൽ ഈ അടിച്ച പോലീസുകാരെ ഇതേപോലെ തന്നെ
ഇട്ട് അടിക്കേണ്ടി വരും. യെസ്, വ്യക്തമാണ് താങ്കളുടെ. ഇപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ ജയകുമാർ, ജയകുമാർ കേൾക്കാമോ? ആ, ഈ ജയകുമാർ എന്താ പറയുന്നത്? ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ ഇങ്ങനെ അടി കൊള്ളുകയാണോ ശ്രീ ജയകുമാർ? അതോ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രം കിട്ടുന്ന ഒരു പരിപാടിയാണിത്. കള്ളന്മാർക്കും അതുപോലെ ഗുണ്ടകൾക്കും ഒക്കെ പരിരക്ഷണം. ഞാൻ വേറെ ഒരു കൊലക്കേസ് പ്രതിയെ ബാറിൽ കൊണ്ടുപോയി മദ്യപിപ്പിക്കുന്നു അല്ലേ പോലീസ്? കൊലക്കേസ് പ്രതിയല്ല, കൊലക്കേസിൽ കോടതി ശിക്ഷിച്ചയാളെ, അത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതക കേസിലെ പ്രതിയെ, നാട്ടിലെ പേര് കേട്ട ഗുണ്ടയെ മദ്യശാലയിൽ കൊണ്ടുപോയി സൽക്കരിക്കാൻ പോലീസിന് കഴിയുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ അടിക്കുന്നു. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനൊന്നും ഒരു പ്രതിഷേധവും ഇല്ലേ ശ്രീ ജയകുമാർ? പൊന്നു സാറേ, അടിച്ച് മണ്ട് ഈ എത്ര പേര് അടിച്ച് ഞങ്ങള് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ കള്ളക്കേസ് എടുക്കലും അടികൊള്ളലും തന്നെയാണ് ഈ 9 കൊല്ലം കൊണ്ട് നടക്കുന്നത്. പിണറായി വിജയന് അടിയന്തരാവസ്ഥക്കാലത്ത് കിട്ടിയ ഒരു വേദി ഉണ്ടായിരുന്നു, പോയി കാണിച്ച് അദ്ദേഹത്തിന് ഇന്നും ആ ഒരു പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇയാളെ തല്ലുക മാത്രമല്ല ചെയ്തത്, ഇയാളെ പൂണൂര് ഊരിയെടുക്കുകയും ഇയാളെ കഴിച്ചു കിടന്ന മാല ഊരിയെടുക്കുകയൊക്കെ ചെയ്താണ് ഈ പോലീസുകാർ. AKG സെന്ററിലെ ഗുണ്ടകളെയാണ് ഈ പോലീസുകാരായിട്ട് നിയമിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ സംരക്ഷണ സേനയിലെ ഗുണ്ടകളാണ് ഈ ആൾക്കാർ. ഇങ്ങനെ ഒരു പ്രവൃത്തിയെ ആശ്രയം വിളിച്ചത് നമ്മൾ കണ്ടില്ലേ സാറേ? വാ മോനെ വണ്ടി കയറി പോകുന്ന ആശ്രയം വിളിച്ചത് ഒരു BJP കാരനും തൊടില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തൊടില്ല. BJP കാരനും തൊട്ടേ അവൻ വീട്ടിൽ കിടന്ന് തുറക്കില്ല ഈ പോലീസുകാരെ. കോൺഗ്രസ്സുകാരെ അതിന് പോകുന്നില്ല, അവൻ തല്ലുകൊണ്ട് വീട്ടിൽ പോയി കരഞ്ഞോണ്ടിരിക്കേ ഉള്ളൂ. അവന്റെ പറയാൻ നടക്കുക ആളും ഇല്ല സാറേ. എന്നിട്ട് പാവം 2023 അടികൊണ്ടിട്ട് ഇതിന്റെ ഒരു ദൃശ്യം കിട്ടാൻ വേണ്ടി ഈ നാട്ടിലെ മുട്ടാത്ത കഥകളിൽ ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം ഇത് ആദ്യം നൽകുന്നില്ല, പിന്നെ ഒടുവിൽ അതിന്റെ ഉത്തരവ് വന്നപ്പോൾ കിട്ടിയ, അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് അല്ലേ? എത്ര കേസ് സാറേ, ഇത് തന്നെ കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കോ? ഈ ഇത് കൊടുത്തേക്കൊന്നും അറിയില്ലല്ലോ. ഈ കൊടുത്തേക്കുന്നത് തന്നെ ഏതെല്ലാം ഭാഗം ഡിലീറ്റ് ചെയ്തായിരിക്കും ഇത് വെളിവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യം തന്നെ, CCTV ദൃശ്യം തന്നെ. ഇതുപോലെ എത്ര ആൾക്കാർ, എത്ര പെണ്ണുങ്ങളെ കൊണ്ട് വലിച്ചഴിച്ച് നമ്മൾ കണ്ടല്ലേ സാറേ? നടു റോഡിലിട്ട് ആർച്ചയും ടീമുകളെല്ലാം കൂടെ മുടി ചവിട്ടിപ്പിടിച്ച് കാലിലിട്ട് വലിക്കുന്നത്. ഇതല്ലേ ആരോട് പോയി പരാതി പറയും സാറേ? ഇത് ജനങ്ങള് എല്ലാം കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് എല്ലാം ഇനിയിപ്പോ എന്ത് വെള്ളം കുടിച്ചാലും ശരി ജനങ്ങൾക്കറിയാം. വ്യക്തമാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ ഒരു പ്രതിഷേധമെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരോട് ഇത് വന്ന് സംഘടിപ്പിക്കാൻ പറയണം. ഒരു മനുഷ്യനല്ലേ ഇങ്ങനെ കൊണ്ടുപോയി തല്ലി കൊല്ലാറാക്കുന്നത്? ഏറ്റെടുത്തിട്ടുണ്ട് സാറേ, KPCC ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും നടക്കുകയാണ്, ഇന്നും ഈ ഇതിനു വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. KPCC ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഇനി ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോയി തള്ളിച്ചാലും വേണ്ടില്ല. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം ഒരു ഗുണവും നാട്ടിലുണ്ടാകാൻ പോലില്ല. ശരി, വ്യക്തമാണ്. അപ്പൊ മഹി എന്നോടൊപ്പം ചേരുന്നത് കിള്ളിപ്പാലത്ത് നിന്നാണ്. മഹി CPM കാരനാണ്. പക്ഷേ ഇത്തരം ഒരു ക്രൂരകൃത്യം ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് കൂടുതൽ സമയം കൊടുത്ത് ഒരു മിനിറ്റ് എനിക്ക് തരണം. അത് ഞാൻ തരാം. പക്ഷെ നിങ്ങൾ പറയണത് എന്തിനാണ് ഈ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ തല്ലിയതെന്ന്? അല്ല, നിങ്ങൾ ഈ ഈ കാര്യങ്ങൾ ഒന്നാക്കാണെന്നിന് എന്താണ് ഞാൻ മനസ്സിലായില്ല. ഈ കോൺഗ്രസ് ഭരിച്ചത് എന്തായാലും വേല കളിച്ച് അപ്പൊ അതിന് പ്രതികാരം ചെയ്യുകയാണോ നിങ്ങൾ? അതാണോ മനസ്സിലാക്കേണ്ടത്? മനുഷ്യരെ അവരെ ചീത്ത വെച്ചിരിക്കും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണ് അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യാനാണോ ഈ 62,000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ സംസ്ഥാനത്തിൽ ഞങ്ങൾ നികുതി പണം കൊടുത്ത് വെച്ചിരിക്കുന്നത്? ആണോ? തിരിച്ചടിക്കെങ്കിൽ നിങ്ങൾ പോയി അടിക്കണം. ഈ പോലീസിന് കാശ് കൊടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നുള്ള ഖജനാവിൽ നിന്നാണ്. നിങ്ങൾക്ക് ആളുകളെ തല്ലാനും ഗുണ്ടായുസത്തിനുമാണോ ഇവിടെ ഞങ്ങൾ നികുതി കൊടുത്ത് പോലീസുകാരെ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്നത്? ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ പോലീസിന് എന്തൊക്കെ പ്രയാസങ്ങളാണ്. ഇങ്ങനെ പരാതിയില്ലാത്ത കേസിൽ ആളുകളെ കൊണ്ടുപോയി തല്ലുന്നത്, അതുപോലുള്ള കാര്യങ്ങളിൽ എന്തൊരു ആക്ടിവിറ്റിയാണ്? ഈ സിഗരറ്റ് വലിക്കുന്നതിന് പോലീസ് ഈ നാട്ടിൽ പിടിച്ചെടുക്കുന്ന കേസുകൾ എത്രയെന്ന് നിങ്ങൾക്കറിയാമോ? അതേസമയം ഇതുപോലെ ഗൗരവമായ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാനാകുമ്പോൾ പോലീസിന് പിണ്ടാട്ടമില്ലല്ലോ. നിങ്ങളെ കോൺഗ്രസ്സുകാർ തല്ലിയെന്ന് കരുതിയിട്ട് ഇന്ന് നിങ്ങൾക്ക് തിരിച്ചു തല്ലാൻ ഈ ആള് സേനയെ ഞങ്ങൾ കാശ് കൊടുത്ത് നിർത്തണം അല്ലേ? ഞങ്ങളുടെ നികുതി പണം കൊടുത്തിട്ട് ഇതിന് നിങ്ങൾക്ക് എത്ര മിനിറ്റ് തരണം ഞാൻ പറയാൻ, ഈ കഥ പറയാൻ? ഞാൻ കോൺഗ്രസ്സുകാരെ വിളിച്ച് സംസാരിച്ചോളാം. എനിക്കിങ്ങനെ തല്ലുകൊള്ളുന്നവരെ ഒരിക്കലും കൈവിടാൻ പറ്റില്ല. ഇങ്ങനെ തല്ലുന്നവരെ ഒരു കാലഘട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ നാണമില്ല. സുബൈർ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സുബൈർ കോൺഗ്രസ്സുകാരനാണല്ലോ. നിങ്ങൾ വല്ല പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടോ സുബൈർ, ഈ മനുഷ്യരെ ഇങ്ങനെ അടിച്ചു കൊല്ലാറായിട്ട്?
നമസ്കാരം. ഇത് കണ്ടിട്ട് എന്താ സുബൈർ തോന്നുന്നത്? കണ്ടിട്ട് ആ പോലീസുകാരന് എന്തായാലും കിട്ടാൻ ഞാൻ കുത്തിക്കൊല്ലും. ആ പോലീസുകാരന് എന്താ കയ്യിൽ കിട്ടിയാൽ 4 പേരും ഗുണ്ട സംഘങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൃഗത്തിന് തല്ലിയ കേസുണ്ട്. ഒരു മൃഗത്തിന് തല്ലിയ കേസുണ്ട് പോലീസിൽ. വേറെ എന്ത് ഒരു 4കാരന് തല്ലിയ കേസുണ്ട്. ഒരു ജനപ്രതിനിധിനെ അകത്തിട്ട് തല്ലിയതവര്. എന്ത് കേസെടുത്ത് തല്ലിയവര്? ഇവരൊക്കെ പുറത്തേക്കിട്ടിട്ടില്ലേ? ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അവന് 5 വർഷത്തേക്കല്ല, ജീവിതകാലം സസ്പെൻഡ് ചെയ്യണം. അവന് അവകാശങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ഇതെന്ത് നാരണയായിട്ട് നമ്മൾ നീതിപ്പണം കൊടുത്തിട്ട് അവർ ചെയ്യുന്നത്? വൃത്തികെട്ടവര്. എന്നിട്ട് 2023 നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യം കിട്ടിയ ആ ചെറുപ്പക്കാരനെ എങ്ങനെ ഇട്ട് നടത്തുകയാണ്? പിണറായിനെ ആദ്യം അടിച്ചുവിടണം. ഈ പിണറായിരം ഗോവിന്ദൻ മാഷയും അമ്മായിയുടെ മക്കളാണ് ഇവര്. അപ്പൊ രക്ഷിക്കേണ്ട കാര്യം അവർക്കുണ്ടല്ലോ. എനിക്കെന്റെ ചോര വെച്ചിട്ട് പോയല്ല. ഞാനൊരു കേസിന് വേണ്ടി ഇവിടെ ചെറുപ്പക്കാരങ്ങൾ പോയി. എനിക്ക് എന്തായാലും പറയാം. 1 വർഷം എന്റെ പിന്നാലെ നടന്ന് എന്നിട്ട് എനിക്ക് ലാസ്റ്റ് പേപ്പർ കിട്ടിയത്. അതിലൊരുപാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് DSP അവിടുത്തെ റൂറൽ SP. എന്നിട്ട് എനിക്ക് ഞാൻ പേപ്പർ മേടിച്ചു കൊടുത്തു. അവരെ ഒരു നരനായാട്ടാണ് പിണറായി വിജയന്റെ. അവസാനത്തെ ഈ 29 കോഴിമുട്ട വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, വ്യക്തമാണ്. ഓക്കെ, അജിത്ത് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീ അജിത്ത്, കൊല്ലത്ത് നിന്നാണ് അജിത്ത് വിളിക്കുന്നത്. ഇത് കണ്ടാൽ ഏത് കാലഘട്ടത്തിലെ പോലീസാണ് ഈ നാട്ടിൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് സാറേ, ഇതിന് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാല് ഇതിന്റെ അകത്ത് ഇപ്പം നമുക്ക് ജനങ്ങളില്ല, മാനവികത ഉൾക്കൊള്ളുന്ന ജനങ്ങളല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പം ജനങ്ങളുടെ ഇത് പോലീസിനെ മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പോലീസും അതിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ കോൺഗ്രസ്സുകാര്, കമ്മ്യൂണിസ്റ്റുകാര്, BJPക്കാര്, മുസ്ലിങ്ങള്, ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ ഉള്ളൂ. മനുഷ്യരെ കാണാനില്ല. അപ്പൊ ഈ പോലീസിൽ ഇതുപോലെയുള്ള തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മാനവികതയിലേക്ക് മാറിയാലേ ഇതിനൊക്കെ പരിഹാരമുള്ള. ഈ ക്രിമിനലുകളെയൊക്കെ ഇങ്ങനെ സേനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ 2022 കണക്കെടുക്കുമ്പോൾ 822 ക്രിമിനലുകൾ പോലീസിലുണ്ട്. 18 പേർക്കെതിരെ അന്ന് നടപടിയെടുത്തു. പക്ഷെ 18 എന്ന് പറഞ്ഞാൽ 10% പോലും ഇല്ല. 828 ക്രിമിനലുകൾ 2022 ഈ സംഭവം നടക്കുമ്പോൾ പോലീസിലുണ്ട്. അങ്ങനെ ഒരു സേനയാണ്. ഇതിനെ ഒന്ന് നേരെയാക്കാൻ ഈ നാട്ടിലെ സർക്കാരിന് കഴിയും. അതിനാണല്ലോ നമ്മൾ ഈ വോട്ടും ചെയ്ത് നികുതിയും കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരികളാണ്. അതിനെല്ലാം ഉദ്യോഗസ്ഥരും ഭരണാധികാരികളുമാണ് എല്ലാത്തിനും ഇതിന്റെ ഈ ചുമതല വഹിക്കാനുള്ളത്. അപ്പൊ അവരുടെ ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികൾ മാന്യമായും മര്യാദയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു പ്രശ്നം കൂടി എന്നോടൊപ്പം കാത്തു നിൽക്കുന്നത് പിന്നെ കണ്ണൂരിൽ നിന്നാണ്. വർഗീസ് കണ്ണൂരിൽ നിന്ന് കേൾക്കാമോ? ഓക്കെ, ശ്രീമതി ഗിരിജ വിളിക്കുന്ന എറണാകുളത്താണ്. ശ്രീമതി ഗിരിജ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോവുക, അത് പ്രത്യേകിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടല്ല. രാത്രി പോലീസ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, അത് കണ്ട് അയാൾ ഇടപെടുന്നു, അപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ തല്ലിക്കൊല്ലുന്നു. ഈ നാട്ടിൽ ഗുണ്ടകൾ പോലും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ഗുണ്ടകൾ അവരുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാലേ പലപ്പോഴും ചെയ്യുള്ളൂ. ഇത് ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അടിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ 2023 ഏപ്രിൽ 5 തൊട്ടൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ മനുഷ്യർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ശ്രീമതി ഗിരിജ? അയ്യോ, ഇത് കണ്ടിട്ട് എനിക്ക് ആകെ ഒരു സങ്കടം പോലെ തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഈ ന്യൂസ് 8 ഒന്നും വെക്കും, ഇത് കേൾക്കാമല്ലോ. ആളുകളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു വേദി എന്തായാലും ന്യൂസ് 8 നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് കാണാന്ന് ഓർത്ത് എനിക്ക് കാണാൻ പറ്റില്ലാത്ത ഒരു അവസരമായി പോയി. അതിന്റെ അമ്മ എങ്ങനെ സഹിക്കും? ഞാൻ എങ്ങനെ ഈ ഇടിക്കണേ? അല്ല, ഒരാളെ എങ്ങനെ ഇടിക്കാൻ തോന്നും? ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഒരു മനുഷ്യന്റെ പച്ച ശരീരത്തേക്കല്ലേ ഇടിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അത് നിന്ന് കൊള്ളണം. ഇപ്പൊ ഇത് ജനങ്ങൾ കാണണം. ഇനിയെങ്കിലും ജനങ്ങൾ ഇതിനുള്ള തക്ക മറുപടി അടുത്ത ഇലക്ഷനെങ്കിലും കൊടുക്കണം. ഇവിടെ സാധാരണക്കാരനെ ജീവിക്കണം. നമുക്കിപ്പോ എന്നിട്ട് ആ പാവപ്പെട്ടവരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സംഭവത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി, പോലീസിനെ ഉപദ്രവിച്ചു, കുറ്റകൃത്യത്തിന് തടസ്സം വരുത്തി, ഇങ്ങനെയൊക്കെ ഉള്ള കള്ളക്കേസുകൾ അങ്ങ് എടുക്കാനുള്ള നീക്കം നടത്തുകയാണ്. പക്ഷേ മദ്യപിച്ചു എന്നത് കണ്ടെത്താൻ പറ്റിയില്ല, ഡോക്ടർമാർക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല. അങ്ങനെ പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോലീസിൽ നടത്തുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. പോലീസ് കൂട്ടമായി ഇത് മറച്ചു വയ്ക്കുന്നു. ഒടുവിൽ വിവരാവകാശ നിയമത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. കോടതി വഴിയാണിത് ഈ ദൃശ്യം അയാൾ വാങ്ങിച്ചെടുക്കുന്നത്.
അതെ. അപ്പൊ ഞാൻ ഈ തൃശ്ശൂരല്ലേ ഈ സംഭവം നടക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരാളെ ഇങ്ങനെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് പിടിച്ചോണ്ട് പോയി. അപ്പൊ ഒരു വിവരം നേതാക്കന്മാരെ ആരെങ്കിലും അറിയിച്ചായിരുന്നെങ്കിൽ അവര് അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് കുറെ പേര് കൂടി ചേർന്നെങ്കിൽ അവിടെ ഇട്ട് ഇങ്ങനെ ഇരിക്കില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ ചെയ്യാത്ത? രാത്രിയാണ് കൊണ്ടുപോയതെന്നാണ് ഇതിൽ പറയണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ പാർട്ടിക്കാരാണെങ്കിലും അവിടെ പാഞ്ഞ് എത്തിയില്ല? അതും ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. നമുക്ക് വേറെ വലിയ വികസനം മറ്റും അതും ഇതും ഒന്നുമല്ല. ഇതുപോലെ സാധാരണക്കാരന് കിടന്നുറങ്ങാൻ, വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി. ഇങ്ങനെ അതുങ്ങളെ തല്ലിക്കൊല്ലാതെ. ശരി, ഓക്കെ, വ്യക്തമാണ്. അതൊരു വീട്ടമ്മയുടെ പ്രതികരണമാണ്. അത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. ഇത് ഒരു അമ്മയ്ക്ക് ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും? തൻ്റെ മകനാണിത് സംഭവിക്കുന്നതെങ്കിൽ ഒരു അമ്മയ്ക്ക് ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും? മൈക്കിൾ എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ മൈക്കിളെ ഇതുപോലെ ആളുകളെയൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ടോ? അതോ ഇടുക്കിയിൽ നല്ല പോലീസുകാരാണോ? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇടുക്കിയിലെ പോലീസുകാർ കുഴപ്പമില്ല, നല്ല പോലീസുകാരൊക്കെയാ. ആണല്ലേ? എനിക്ക് തോന്നുന്ന കേരളത്തിലും നല്ല പോലീസുകാർ ഒരു ഇല്ല 90% നല്ല പോലീസുകാരുണ്ട്. പക്ഷെ ക്രിമിനൽ പോലീസുകാരും ഉണ്ട്. അതും ഈ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന നമ്മൾ ആകാശത്തു നിന്ന് വന്നവരൊന്നും അല്ല. ഈ പറയുന്ന ആളുകളുടെ ഭർത്താവോ അല്ലെങ്കിൽ മകനോ ഒരു കുടുംബത്തിലെ അംഗമൊക്കെ ആയിരിക്കും. ഇവരെ ഒന്ന് ഈ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ എന്താ അത്ര പ്രയാസമുണ്ടോ നമ്മുടെ നാട്ടിൽ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിമിനൽ നമുക്കറിയാം, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇതിൽ മാത്രമല്ല സാർ, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ട്. അവരെ പിടിച്ചാൽ അന്നേരം ഇപ്പൊ ഈ രംഗം കണ്ടിട്ട് വളരെ സങ്കടം തോന്നുകയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ആ ചെയ്യുന്ന ആളുകൾ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് വെച്ചിരിക്കരുത്. അതാണ് അന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതാണ് അല്ലേ? അന്ന് തന്നെ പറയണം. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ഈ നികുതി പണം കൊണ്ട് ശമ്പളവും മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഒരു കാരണം വെച്ചാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ജോൺ കുര്യൻ എന്നോടൊപ്പം ചേരുന്നു കുളത്തുപുഴയിൽ നിന്നാണ്. ശ്രീ ജോൺ കുര്യൻ. യെസ്, ശ്രീ ജോൺ കുര്യൻ, അവിടെ കുളത്തുപുഴയിലൊക്കെ നല്ല പോലീസുകാരാണ് അല്ലേ? ഞാൻ ആ വഴിയൊക്കെ വന്നപ്പോൾ നല്ല പോലീസുകാരെ ഉണ്ട് ഇല്ലെന്നല്ല. എന്നാൽ ഇതിൽ കാണിക്കുന്നത് മൊത്തം കാളത്തിറവ. ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണ്. എന്നാൽ പിന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ചൊന്നും കുറ്റം പറയുന്നില്ല. എന്നാൽ ഈ പോലീസുകാർ ഇങ്ങനെയുള്ള ചില പോലീസുകാരുണ്ട്, ഇവരുടെ പേര് തക്കതായ നടപടി സ്വീകരിക്കണം. ഈ നടപടി ഇതാണ് അതിലെ രസം. ഇതില് എന്താന്ന് വെച്ചാൽ ഇതിന്റെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈ നടപടി എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അടുത്തേക്കുള്ള ട്രാൻസ്ഫറാണ് പോലീസിന് കിട്ടുന്ന നടപടി. അതാണ് ഈ പേടിയില്ലാത്തത്. ഇപ്പൊ ഒരു മനുഷ്യനെ ഇപ്പൊ നമ്മുടെ ഒരു കേരളത്തെ നടുക്കിയതാണല്ലോ ഉരുട്ടിക്കൊല കേസ്. ഇവിടെ ഒരു താഴെക്കെട്ടിൽ ഒരു കോടതി വധശിക്ഷ വരെ വിധിച്ചതാണല്ലോ. ഇപ്പൊ പോലീസുകാരെല്ലാം രക്ഷപ്പെട്ടു. അതാ എങ്ങനെ ഇപ്പൊ ഇതിന്റെ പോലീസ് അതിന്റെ അന്വേഷണങ്ങൾ ശരിക്കും നടക്കുന്നില്ലെങ്കിൽ ഇവർക്ക് അതിന്റെ കോടതിയിൽ എങ്ങനെ ഇടപെട്ട് കോടതി ഡയറക്റ്റ് ഇടപെട്ട് ഇത് തക്കതായ നടപടി എടുക്കണ്ടേ? ആ ചെറുപ്പക്കാരൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് അല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടിയല്ല ഇവിടെ പ്രശ്നം. ഇത് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ ഒരു ധാർഷ്ട്യം വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഈ സർക്കാരിനെ ഒന്നും ഭയക്കേണ്ടതില്ല, ഈ നാട് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന ധാർഷ്ട്യമുണ്ടോ? അത് പാടില്ല. അത് ആരായാലും ഇത് അങ്ങനെ പാടില്ല. അയാൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടി സ്വീകരിക്കണം, അത് വേറെ. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു എന്നോട് ഇതിൽ ദുഃഖമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ പാലക്കാട് എന്തോ ബോംബ് സ്കൂളിൽ നിന്ന് പിടിച്ചതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നാണ്. നമുക്കത് ചെയ്യാം. സതി ബാബുരാജ് എൻ്റെ നമ്മുടെ പൊതുവേദിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകയാണ്. സതി ബാബുരാജിനും ഭർത്താവിനും ഹാപ്പി ഓണം. അപ്പോൾ ഓണം സെലിബ്രേഷൻ അവർ നടത്തുകയാണ്. അവിടെ സതി ബാബുരാജ് ഒരു സന്നദ്ധ പ്രവർത്തക കൂടിയാണല്ലോ. അപ്പോൾ അവരുടെ പാലക്കാടിലെ ഒരു സേവാ കേന്ദ്രമുണ്ട്, ഇത്തരത്തിൽ സ്ത്രീകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആളുകളെയൊക്കെ അപ്പോൾ അവർക്കിടയിൽ ഓണം ആഘോഷിക്കുക. അപ്പോൾ അവിടുത്തെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കണം. അവരുടെ ആ സന്തോഷത്തിൽ ഞാനും നമ്മുടെ പൊതുവേദിയിൽ എല്ലാവരും പങ്കെടുക്കുന്നു എന്നുകൂടി അവരെ അറിയിക്കണം. അപ്പോൾ സതി ബാബുരാജിനും ഓണം ആഘോഷിക്കുന്ന പകൽ വീട്, ഞാൻ പാലക്കാട് നിന്ന് തെറ്റി വായിച്ചത്, പകൽ വീടിലെ സേവാകേന്ദ്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുവേദിയുടെ ആശംസകളും ഓണാശംസകൾ. ഓക്കെ. അപ്പോൾ പ്രമോദ് നാടു എന്നോട് പറയുന്നത് ഭരണം മാറുമെന്നാണ്. പക്ഷേ അത് ഈ ഗർഭം കൊണ്ട് മറഞ്ഞുപോയി. ഭരണം മാറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഗർഭം വന്നപ്പോൾ അത് പോയെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്. അപ്പോൾ കിഷോർ കോന്നി എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ബാബു രാജൻ എന്നോട് പറയുന്നത് മനു മഹിയോട് പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പിന്തുണച്ചിട്ടാണെന്നാണ് വിചാരിക്കുന്ന ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
സൂസൻ ജെസി സണ്ണി എന്നെ നല്ലോണം പോഴ്ത്തുന്നുണ്ട്. താങ്ക് യു സൂസൻ ജെസി സണ്ണി. അപ്പോൾ എൻ്റെ ഓണാശംസകളും ഒപ്പം എനിക്ക് തന്ന പിന്തുണയ്ക്കും ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. സൂപ്പർ എന്നൊക്കെ എന്നോട് പറയും, സൂപ്പർ ഹീറോ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പോലീസുകാർക്കെല്ലാം പിണറായി പോലീസ് മെഡലും പ്രൊമോഷനുമാണ് പാരിതോഷികമായി കൊടുക്കുന്നതെന്നാണ് ജയകുമാർ പറയുന്നത്. ശിവശങ്കർ പറയുന്നു കോൺഗ്രസ് മേലാളന്മാർ രാമേശ്വരത്ത് പോയോ സതീശ കഷ്ടം, ഇത് ലജ്ജിക്കണം എന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. അപ്പോൾ സുനിൽകുമാർ നമസ്കാരം പറയുന്നുണ്ട്, ഇത് കേരളത്തിൽ ഇതിനപ്പുറവും നടക്കുമെന്നൊക്കെയാണ് സുനിൽകുമാറിൻ്റെ പരാതി. അപ്പോൾ നമ്മുടെ ശ്രീമതി ജയ ചേരുന്നുണ്ട് കൊല്ലത്ത്. ശ്രീമതി ജയ, മുമ്പ് കേൾക്കാമോ ശ്രീമതി ജയ? മുമ്പ് ഒരു മറ്റൊരു പ്രേക്ഷക എന്നെ വിളിച്ചു. അപ്പൊ അവര് ചോദിച്ചത് ഒരു അമ്മയ്ക്ക് ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും, മകനെ എങ്ങനെ കൊണ്ടുപോയി? അത് കാണാൻ പറ്റുന്നില്ല, സങ്കടം വരുവാണ് കണ്ടിട്ട്. അത് ഒരു അമ്മയെന്ന നിലയിൽ എനിക്കും അത് ഭയങ്കര വിഷമമായി പോയി. ഈ ഇടിക്കുന്ന പോലീസുകാർക്ക് മക്കളില്ലേ? ഇത് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത് ഒരു ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം ചെയ്ത ഒരാളല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അതെ, തൃശ്ശൂർ ചൊവ്വന്നൂരിലാണ്. വഴിയിൽ നിന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, ഷർട്ട് ഊരി മാറ്റുകയാണ്. ഇതൊക്കെ ഏത് കാലത്തെ പോലീസാണ് നടക്കുന്നതെന്നാണ്. ഇതിപ്പോ ഇവരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, ഇവരുടെ ഇൻക്രിമെന്റ് 2 വർഷത്തെ തടഞ്ഞെന്ന് ന്യൂസിൽ കാണിക്കുന്നു. അതൊന്നും അല്ല ഇതിന്റെ ശിക്ഷ. ഇത്തരക്കാർ സർവീസിൽ ഇരിക്കാൻ പാടില്ല. ഇത്തരക്കാരെ വെച്ച് ഈ പോലീസ് സേനയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവരെ ഡിസ്മിസ് ചെയ്യണം. ഈ നമ്മുടെ പിണറായി വിജയന് ഔചിത്യം ഉണ്ടെങ്കിൽ അവരെ 4 പേരെയും എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. ഇത്രയും ഇടി കൊണ്ട് ആ മനുഷ്യരുടെ ചെവി കേൾക്കാൻ വയ്യാതായിപ്പോയി. അതൊക്കെ ഇനി ആര് പരിഹരിച്ചു കൊടുക്കും? സങ്കടമുണ്ട് മനു അതിന്. യെസ്, വ്യക്തമാണ് അപ്പൊ അഭിപ്രായം. അപ്പൊ മഹേഷ് എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ മഹേഷ് നമസ്കാരം. മനു നമസ്കാരം. എന്താണ് മഹേഷ്, നമ്മുടെ ഓണമായിട്ടൊരു നല്ല ദൃശ്യം ടി വിയിൽ കാണാമെന്ന് പറഞ്ഞാണ് പലരും ഇന്ന് പൊതുവേദിയിലേക്ക് കാത്തിരുന്നത്. നോക്കുമ്പോൾ നമുക്ക് ഈ മനുഷ്യനെ തല്ലി കൊല്ലാറാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വിടേണ്ടി വന്നു. എന്താണ് മഹേഷിന് തോന്നുന്നത്? ഇത് ഭരണ പരാജയമാണോ, പോലീസിന്റെ പരാജയമാണോ, അതോ ചില ഒറ്റപ്പെട്ട ആളുകൾ നടത്തുന്ന പോക്രിത്തരമാണോ? മനു, ഭരണപരാജയം എന്ന് പറയാനില്ല, എല്ലാം ഭരണപരാജയം തന്നെയാണ്. ഈ ഭരിക്കുന്ന 9 കൊല്ലം കൊണ്ട് ഭരിച്ച് കേരളം കുട്ടിച്ചോറാക്കി. പിന്നെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത് ഇതേപോലെ ഒരു പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് ഒരു കാലത്തും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പോലീസിന്റെ അഴിഞ്ഞാട്ടവും വെറും വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. കാര്യം ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ വെറും അടിമകളെ പോലെ വെറും അടിമ കമ്മികളായിട്ട് നിന്ന് പല പല പോക്രിത്തരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണക്കാരന് ഒരു പോലീസ് അല്ല, അപ്പൊ ഇവർക്കൊന്നും ഒരു പേടിയില്ലല്ലേ? ഇതൊക്കെ ചെയ്താലും ഞങ്ങളെ ആരും തൊടില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഒരുത്തനെ കൊണ്ടുപോയി ഇങ്ങനെ തല്ലാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നിവർ തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്താണല്ലോ ഇത് ചെയ്യുന്നത്. അതെ, ഇവർക്ക് ധാർഷ്ട്യവും അഹങ്കാരവും ഇവർക്ക് ഈ 9 വർഷം കൊണ്ടുള്ള ഭരണം കൊണ്ട് ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ കേരളം അവസാനം വരെ പിണറായി വിജയൻ തന്നെ ഭരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയിലും ഒരു സ്വപ്ന ലോകത്തും അവര് ഈ ഒരു വിഭാഗം അടിമകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ഒരു പാർട്ടി പ്രവർത്തകർ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകർക്ക് സ്റ്റേഷനിൽ ചെന്നാൽ അവഗണനയാ, അല്ലെ അവരോട് കാണിക്കുന്ന പ്രവർത്തനങ്ങളില്ല. സമരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാൽ ലാത്തി ചാർജ് ചെയ്യുകയോ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയോ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാധാരണക്കാരനും പാർട്ടിക്കാർ CPM-കാർക്ക് അല്ലാത്ത ഒരു സാധാരണക്കാരനും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടത്തില്ല. ഇതേപോലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിട്ടിട്ട് വല്ല വാഴ വെക്കുന്നതാണ് നല്ലത്. അവർ വല്ല കാറ്റടിച്ചതിന്റെ ഇലയെങ്കിലും ഇറങ്ങും. ഇത്രയും ഗതികെട്ട ഒരു ആഭ്യന്തര വകുപ്പ് ഈ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും മോശപ്പെട്ട ഒരു സ്ഥിതി. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശ്രീ വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് ശ്രീ വിജയൻ, നമസ്തേ സാറേ. അടിയന്തരാവസ്ഥ കാലമുണ്ടായിരുന്നു, അതിനു മുമ്പ് ഇംഗ്ലീഷുകാരുടെ കൊളോണിയൽ കാലമുണ്ടായിരുന്നു. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി ഇതുപോലെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പൊ നമസ്കാരം. സാറേ, ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല, പക്ഷെ എന്നാലും ഇതിനൊരു അഭിപ്രായം പറഞ്ഞാൽ സാറ് കണ്ടില്ലായിരുന്നു ആ നവകേരള യാത്ര നടക്കുമ്പോഴേ ലോക്കൽ പോലീസുകാരനെ അടിക്കുന്നത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗൺമാൻ വന്ന് അടിച്ച് തൃപ്തിപ്പെടുത്തുന്നത് സാറ് കണ്ടില്ലായിരുന്നു. രക്ഷാപ്രവർത്തനം, അത് രക്ഷാപ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് സാറേ ഈ നടക്കുന്നതെല്ലാം. ഇതും രക്ഷാപ്രവർത്തനമായിരിക്കും അല്ലേ? രക്ഷാപ്രവർത്തനം അവർ ചെയ്യുന്നത് അങ്ങനെയുള്ള കണ്ണിൽ ഇതൊരു രക്ഷാപ്രവർത്തനം. ഞാനിത് സാറിനെയൊന്ന് ഓർമ്മിപ്പിച്ചു. കേൾക്കുന്നവരും കാണുന്നവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് അതിന്റെ അഭിപ്രായം പറയട്ടെ. ഓക്കെ സാറേ. യെസ്, വ്യക്തമാണ്. ശരത്ത് എന്നോടൊപ്പം ചേരുന്നത് അരൂരിൽ നിന്നാണ്. ശരത്തെ, ഹലോ. ഈ നാട്ടിൽ
ഇങ്ങനെ വേണോ പോലീസ്? ഇങ്ങനെ ആയിരിക്കരുത് പോലീസ് ഒരു നാട്ടിലും, ഈ നാട്ടിലും നല്ല ഒരു നാട്ടിലും ഇങ്ങനെ ആയിരിക്കരുത്. കാരണം എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. 2020 കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ടാക്സി ഡ്രൈവറാ, യൂബർ ഓടുന്ന എറണാകുളത്ത്. ഈ അരൂർ സ്റ്റേഷനിൽ എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു തിക്ത അനുഭവം ഞാൻ ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാം. ഞാൻ പോയപ്പോ എന്റെ വാഹനം CIയുടെ വാഹനം പോയപ്പോ ഞാൻ ആ വഴിയിൽ പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ വാഹനം പിടിച്ച് ആ സ്റ്റേഷനിലിട്ട് എന്നെ പാതിരാത്രി വരെ ഇരുന്നു. ഞാൻ ഡിപ്രഷന്റെ ഒരു മെഡിസിൻ എന്ന് കഴിച്ചിരിക്കണ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ വരെ കാണിച്ചിട്ടും എന്റെ മൊബൈലൊക്കെ പിടിച്ചു വെച്ച് ആ കൊറോണയുടെ സമയത്ത് എന്റെ അരൂർ സ്റ്റേഷനിലെ CI എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവാണ് അല്ലേ ആ സമയത്ത്? അപ്പൊ ആരും വണ്ടിയൊന്നും അദ്ദേഹത്തിന് മുന്നിൽ ഒന്നും കാണാൻ പാടില്ല, വരുമ്പോൾ റോഡൊക്കെ ഒഴിഞ്ഞു. അപ്പൊ എനിക്കന്ന് ടാക്സി ഓടിക്കാനുള്ള ടാക്സിക്കാർ ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഓടാന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വണ്ടി പോയിട്ട് ചെന്നത്. ഞാൻ ചെന്നു ആ വണ്ടി പിടിച്ചെടുത്ത് പുള്ളി മനഃപൂർവ്വമായിട്ട് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് എന്റെ വണ്ടി പിന്നീട് ഞാൻ ആ സമയത്ത് സിറ്റിംഗ് ഇല്ലായിരുന്നു കോടതിയിൽ, അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ. നാട്ടുകാർ കേൾക്കട്ടെ. ഇല്ല, ഞാൻ അന്നത്തെ SI ജോർജ് ആയിരുന്നു. പക്ഷെ അന്നത്തെ CI എനിക്കറിയില്ല. എനിക്ക് ആ മുഖം, ഞാൻ സത്യം പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ സത്യം പറയണം, ഞാൻ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ തിക്ത അനുഭവം ഞാൻ പറയുന്നു. ഞാൻ അതിൽ നിന്ന് പോലീസിനെ ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ്. പിന്നീട് ഇവര് മനുഷ്യന് പണിയെടുക്കാൻ തന്നെ നിർവാഹമില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് ചെറിയ ഓട്ടങ്ങൾ കിട്ടിയാൽ അതാണ് ഒരു ടാക്സി ഡ്രൈവറുടെ വരുമാനം. ആ ഘട്ടത്തിലാണ് വണ്ടി പിടിച്ചുകൊണ്ട് കോടതിയിലിട്ട് മാസങ്ങളോളം നടത്തിക്കുന്നത് അല്ലേ? വണ്ടി പിടിച്ചോണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച്, ഈ പിണറായി സർക്കാർ കയറിയിട്ട്, എന്റെ ഫാദർ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും എന്റെ ഫാദർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ പുള്ളിയോട് ഇത് ഷെയർ ചെയ്തതാണ്. നിങ്ങളുടെ ഈ ഒരു പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള ഇത്രയും രൂക്ഷമായിട്ടുള്ള ഈ പോലീസിന്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. മനസ്സിലായില്ലേ ഇവര് കാണിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഈ പറയണ പോലെ നമ്മള് ബ്രിട്ടീഷ് കാലത്ത് അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് എന്താണ് ഇവർക്കെതിരെ ഒന്നും നമുക്ക് സംസാരിക്കാൻ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ആ പോലീസിലുണ്ടായ സിറ്റുവേഷൻ സാറൊന്ന് ആലോചിച്ച് നോക്കണം. എന്റെ മൊബൈൽ അവർ പിടിച്ചു വെച്ചിട്ട് എന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയായിരുന്നു അവിടുത്തെ ജൂനിയർ പോലീസുകാർ വരെ. ഞാൻ എന്ത് തെറ്റിയിട്ടാണ് എന്റെ വണ്ടി ആ ഹൈവേയുടെ സൈഡിൽ ഒന്ന് പാർക്ക് ചെയ്തു എന്ന പേരും പറഞ്ഞിട്ട് എന്താണ് അതൊക്കെ? ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഈ നാട്ടിൽ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിനുശേഷം ഇവരുടെ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ പരാതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയപ്പോ എനിക്ക് ഭീഷണി വരെ ഉണ്ടായിട്ട് ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്ത്. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്റെ സിസ്റ്ററൊക്കെ താമസിക്കുന്നതാണ്, അവർക്കൊന്നും ബുദ്ധിമുട്ട് വരരുത്, അച്ഛനും അമ്മയും പ്രായവും ഇതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായത്. കാര്യം നടപടി മേടിച്ച് പരാതിപ്പെടാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ അവര് കൊണ്ട് മർദ്ദിച്ച് ഇടിച്ച്. ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ വരാപ്പുഴയില് ഒരു പോലീസ് ഇതിന്റെ ഒരു പയ്യനൊക്കെ മരിച്ചെന്നൊക്കെ. ആ സംഭവം അതൊക്കെ കുറച്ച് നാൾ മുമ്പ് നടന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ ഓർത്തപ്പോ ശരിയാണ്, ഇവര് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് നമ്മളെ കളയും. ഓക്കെ, ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അപ്പോൾ ശരത്തിൻ്റെ അനുഭവം കേട്ടപ്പോൾ ഞാനും ഇത് ഒരു അത്ഭുതപ്പെടുകയാണ്. ഇത്തരം സാധാരണക്കാരായ നിത്യജീവിതത്തിന് വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി ഇതുപോലെ ദ്രോഹിക്കുന്നത് എന്ത് തരം പോലീസിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണോ സ്കോട്ട്ലാൻഡ് യാർഡ്? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി വരാം. വീണ്ടും നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഷോർട്ട് ബ്രേക്ക്. Bye.
നമസ്കാരം. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. നമ്മളിപ്പോൾ ആ കുന്നംകുളത്തെ പോലീസ് ആക്രമണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ചെറിയ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് മിസ്റ്റർ ജയചന്ദ്രൻ, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം GHSS കുന്നമംഗലത്തെ ഒരു അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇത് ഞാൻ തന്നെ എന്ന പേരിലുള്ള ഒരു സിനിമയാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇത് ഇതിൻ്റെ രംഗങ്ങൾ പലതും അദ്ദേഹം ചിത്രീകരിച്ചത് റഷ്യയിലാണ്. വളരെ സംഗീതത്തിന് പ്രാധാന്യം നൽകുന്നൊരു സിനിമയാണെന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുന്നു. ഇതിൽ ഒരു അച്ഛൻ്റെ ഇഷ്ടങ്ങൾ മകനിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ ഒരു തീരാവേദനയായി മാറുന്നു എന്നതുമൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതിൻ്റെ കാരണക്കാരായി നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റവും വരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ക്യാമറ ജിസ്ബിൻ സെബാസ്റ്റ്യനാണ് ഇതിൻ്റെ ക്യാമറയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടത്തിൻ്റെ നിർമ്മാണമൊക്കെ നടത്തിയിരിക്കുന്നത് ഗുരുപൂർണിമ പ്രൊഡക്ഷൻസിലെ N സുചിത്രയാണ് നിർവഹിച്ചിരിക്കുന്നത്. സഹനിർമ്മാതാക്കൾ കുമാരൻ, അതുപോലെ KV സുരേഷ് കുമാർ എന്നിവരാണ്. അപ്പോൾ ക്യാമറ ജിസ്ബിൻ സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 6 ഗാനങ്ങളുണ്ട്, റഷ്യൻ പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സിനിമയായിരിക്കും ഇതും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 2019-20 കാലഘട്ടത്തിൽ അദ്ദേഹം കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കഥ അത് പിന്നീട് ഒരു തിരക്കഥയായി മാറി. അതാണ് അത് ഞാൻ തന്നെ എന്ന ഈ ചിത്രം. അപ്പോൾ ഈ ചിത്രം ഇതിൻ്റെ പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ വരും തിയേറ്ററിൽ. നമുക്ക് അപ്പോൾ അദ്ദേഹം അത് എന്നെ അറിയിച്ചു. അപ്പോൾ ഞാനത് പ്രേക്ഷകരെയും കൂടി അറിയിക്കുക. അപ്പോൾ വർഗീസ് എന്നോടൊപ്പം ചേരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസ്, ഹലോ. നമ്മൾ ഞാൻ പറയാം. അതെ, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല എന്ന് എനിക്ക് മുൻകൂർ അറിയാം. ഞാൻ പറയാം. അത് പറയിപ്പിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇതിനെ ന്യായീകരിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ ഇടപെടും. ഒരു സംശയം വേണ്ടത് ഇത് കണ്ടിട്ട് വെറുതെ നിൽക്കാൻ പറ്റില്ല. ഞാനേ ന്യായീകരിക്കില്ല ഒരിക്കലും. അതായത് പോലീസിൽ മൊത്തം ഉള്ള പോലീസിൽ ചെറിയൊരു ശതമാനം കുറ്റവാളികളായിട്ടുള്ള പോലീസുകാര് എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കണം. പക്ഷെ ഇതിക്ക് മുമ്പ് ഭരിച്ച ഏത് ഭരണകൂടം ഭരിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഇടതുപക്ഷക്കാരുടെ ഷർട്ടൊന്ന് പൊക്കി നോക്കി, കറുത്ത പാടും ലാത്തി കടിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷം ഭരിക്കുമ്പോ ഇങ്ങനെയാണോ പോലീസ് ആകേണ്ടത്? ഈ ഷട്ടൂരി നിയമസഭയിൽ കൊണ്ടുപോയി അടിയന്തരാവസ്ഥക്കെതിരെ ഗർജിച്ച പിണറായി വിജയനല്ലേ ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? അപ്പൊ ഇങ്ങനെ നടക്കാമോ പോലീസിന്? അല്ലല്ല, ആ ഉദയകുമാർ കേസ് അവര് വെറുതെ വിട്ടില്ലേ? വെറുതെ വിട്ടു. കോടതിയിൽ വിട്ടതാ? വെറുതെ വിട്ടു. അതാണ് ഞാൻ പറയുന്നത്. ആ ഉദയകുമാർ ഇപ്പൊ പൈപ്പ് വീണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കേണ്ട സാഹചര്യമുള്ളൂ. അപ്പൊ എന്നോട്ട് വിട്ടു. അത് 2005 നടന്ന സംഭവമല്ലേ? CBIയുടെ അന്വേഷണമാണ് അവിടെ എല്ലാവരും അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറയണേ, ഇത്രയും കുറ്റവാളികളുള്ള പോലീസുകാരെ നമ്മൾ രാഷ്ട്രീയം മറന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ കുറ്റവാളികളെ എന്തുകൊണ്ട് നടപടി? 2022 സംസ്ഥാനത്ത് 828 കുറ്റവാളികളാണ് കേട്ടോ പോലീസിലുള്ളത്. 2021 അത് 724. ഇവരെ പിരിച്ചു 18 പേരെ പിരിച്ചു. ഞാൻ ചോദിക്കുന്നത്, എന്താ ഇതിന് തടസ്സം? ഇതൊരു ഗൗരവമായ വിഷയമായി എടുക്കേണ്ടത്. ഇതുപോലുള്ള കുറ്റവാളികൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടുന്നു? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഇനി ഒരു കോൺഗ്രസ് ഗവൺമെന്റ് വരുമ്പോഴും ആ പോലീസിന് കുറച്ച് പേര് ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കണോ? ഇതുപോലെ അത് നമ്മൾ ശക്തമായി എതിർക്കണോ? അന്നും ആരും ഒരു ഉമ്മൻചാണ്ടി ഭരിച്ചപ്പം ഇതുപോലെ അപ്പൊ നമ്മൾ അന്ന് ശക്തമായി ഇതിനെ എതിർക്കണോ? അതോ ഇതുപോലെ ഇത് പല പോലീസിൽ കുറെ പേര് ഇങ്ങനെയാണല്ലോ, 62,000-ഓളം വരുന്ന സേനയിൽ 800 പേരല്ലേ കുറ്റവാളികളുള്ളൂ. പോട്ടെ, അവർ ഇങ്ങനെ പലരെയും 1-2 പേരെയൊക്കെ അടിച്ചോട്ടെ, അവർ 1-2 പേർക്ക് അടി കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ വെറുതെ ഇരിക്കുമോ? അതോ അന്ന് ഗർജിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമോ? ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ പോലീസുകാരെ നടപടി എടുക്കണം തന്നെ പറയൂ. എന്ത് നടപടിയാണ്? വീട്ടിന്റെ അടുത്തേക്കുള്ള ട്രാൻസ്ഫർ ആണോ നടപടി? എന്ത് നടപടി? 2003 ഇതുപോലൊരു സംഭവം ഈ പരാതി വന്നിട്ട് എന്ത് നടപടി എടുത്തു എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇൻക്രിമെന്റ് കട്ട് ചെയ്തോ? ഒരാളെ 2 ഇടി കൊടുത്ത് 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നതാണോ പോലീസിൽ നടപടി? അതോ എന്താ നടപടി എടുത്തത്? ഇവരൊക്കെ ഇന്നും ഈ സർവീസിൽ ഇരിക്കുകയല്ലേ. പല പ്രധാനപ്പെട്ട കേസുകളിലും പ്രതികളായ പോലീസുകാർ പിന്നെ വളരെ സുപ്രധാനമായ പദവിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യം എങ്ങനെയാണ് വരുന്നത്? ഒരു അന്വേഷണം നടത്തട്ടെ. എന്നിട്ട് ഈ പോലീസിന് ഇതിലും മേലെ സ്വന്തം ഓഫീസിൽ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു CCTV പരിശോധിക്കാൻ കഴിയാത്ത പോലീസ് എന്താ അന്വേഷണം നടത്തുന്നത്? നിങ്ങൾ ഒരു വശം മാത്രം കേട്ട് മറുപടി പറയുന്നതിനേക്കാളും നല്ലത് ഈ കണ്ട ദൃശ്യത്തിൽ ഒരു മനുഷ്യനെ തല്ലുന്നതാണല്ലോ കണ്ടത്. ഇയാൾ ചെയ്ത കുറ്റത്തിന് എന്തെങ്കിലും, ഇയാൾ വലിയ കൊള്ളക്കാരനോ കൊലപാതകിയോ മയക്കുമരുന്ന് കച്ചവടക്കാരനോ ആണെങ്കിൽ നിങ്ങൾ കോടതി കൊണ്ട് കൊടുക്കുമായിരുന്നല്ലോ. കൊടുത്തിട്ട് ഇപ്പൊ ഇതെന്താ ഇയാളെ കള്ളു കുടിച്ചോ എന്ന് നിങ്ങൾ ആഞ്ഞ് പരിശോധിച്ചല്ലോ, കിട്ടിയില്ല. അതില്ല. ഇപ്പൊ എന്താ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി? ഇതുപോലുള്ളതാണ് കൃത്യനിർവഹണമെങ്കിൽ അത് തടസ്സപ്പെടുത്താനാണ് നമ്മളൊക്കെ തയ്യാറാകേണ്ടത്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് അടി കിട്ടിയത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭരണകാലത്തും കോൺഗ്രസിന് അടി കിട്ടുന്നുണ്ട്. അത് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ചൂട് പിടിച്ച് സംസാരിക്കില്ല. നിങ്ങൾ ഇത് ചെയ്തതും അവരിത് ചെയ്തതും നിങ്ങൾ രണ്ടും കണക്കാണ് എന്ന തരത്തിലേക്ക് മാറാതെ ഇത് മാറ്റത്തിലേക്ക് വരണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അല്ല, മഹാഭൂരിപക്ഷം പേർ യൂത്ത് കോൺഗ്രസ്സുകാർക്കും തല്ലിട്ടേണ്ട സാഹചര്യങ്ങളായിട്ട് ഇപ്പൊ കാണുന്നത് അന്തരീക്ഷത്തില്. മഹാഭൂരിപക്ഷം പേർക്കും ഇപ്പൊ തല്ലുകൊള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാഭൂരിപക്ഷം പേരെ തല്ലാനൊന്നും അല്ല പോലീസിനെ ആളുകൾ ഇവിടെ ഇത് വെച്ച് അവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. നിങ്ങൾ ആരെ തല്ലിയിട്ടുണ്ട്? ഏത് വലിയ കുറ്റവാളികളെ? ഈ പോലീസ് ഏത് വലിയ കുറ്റവാളികളെ തല്ലിയിട്ടുള്ളത്? ഓരോ കുറ്റവാളികളെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയും വലിയ ഗുണ്ടാ സംഘങ്ങളെ നിങ്ങൾ ഈ നാട്ടിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യനെ ബാറിൽ കൊണ്ടുപോയി മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന പോലീസിന്റെ ദൃശ്യം ഈ CCTV വന്നല്ലേ? അതായത് കുറച്ച് പേര് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പോലീസുകാരും മൊത്തം പാർട്ടിക്കും വേണ്ടിയിട്ട് മൊത്തം പോലീസുകാരെ പറഞ്ഞില്ല, മൊത്തം പാർട്ടിക്കാരെയും പറഞ്ഞില്ല. പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇതിന്റെ ആഭ്യന്തരമന്ത്രിക്ക്, ഈ നാട് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതേ വാ തുറന്ന് പറയണം. ഇവർക്കെതിരെ 2023 ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കി ആ പോലീസ് സ്റ്റേഷനിലെ CCTV ഒന്ന് പരിശോധിച്ചിട്ട് ഇവരെ ഞാൻ പുറത്താക്കിയിരുന്നു എന്ന ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രി എന്നാണ് ഈ കേരളം ഭരിക്കുക? നിങ്ങൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്. പിന്നെ കോൺഗ്രസ് ഭരിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ പിന്നെ എന്തിനാ അധികാരത്തിൽ വന്നത്? നിങ്ങൾ അതൊക്കെ മാറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ടല്ലേ അധികാരത്തിൽ വന്നത്. എന്നിട്ട് എന്താ മാറ്റാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങള് നിയമസഭയിൽ അടികൊണ്ട് വസ്ത്രമെടുത്ത് ചുവന്ന രക്തക്കറയും കൊണ്ടുവന്ന് കാണിച്ചിട്ടല്ലേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പറഞ്ഞത് ഇത് ശരിയല്ല എന്ന്. ഇപ്പൊ ആ നിലപാട് മാറിയെന്ന് എനിക്ക് അറിയേണ്ടത്. രാഷ്ട്രീയ പ്രതിയോഗികളെ തരം കിട്ടിയ ലോക്കപ്പിലിട്ട് തല്ലും എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിയോ? അതോ ആളുകൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി നിങ്ങൾ നിലപാട് മാറ്റിയെന്ന് എനിക്ക് അറിയേണ്ടത്. തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിന്റെ കിരാത ഭരണത്തിൽ നിന്നല്ലോ അടി കൊണ്ടിട്ട് കോൺഗ്രസിന് കിരാത ഭരണവും നിങ്ങളുടെ ഭരണത്തിന് ദൃശ്യങ്ങളായി കാണുന്നതെന്നേ. അപ്പൊ നിങ്ങൾ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കാര്യം പറഞ്ഞു നിങ്ങളെല്ലാം കണക്കാണ്. ഈ കണക്കിന്റെ ദൃശ്യങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇപ്പൊ എന്റെ ഇടതുവശത്ത് കാണുന്ന ദൃശ്യങ്ങളില്ലേ? ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഷട്ടൂരിങ്ങനെ അടിക്കാൻ. ഇയാൾ ആരാ ഇവിടുത്തെ? ഈ നാട്ടിലെ രാജാവോ മറ്റോ ആണോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ? ഇത് ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്ന് പണം വേണ്ടി വാങ്ങി അനുദിനം ജീവിക്കുന്ന ഒരുത്തരല്ലേ? ഇതാണോ അവൻ കാണിക്കേണ്ടത്? ഇതാണോ ഒരു പോലീസിന്റെ മര്യാദ? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ആരും ഉണ്ടായിക്കൂടാ. അത് കോൺഗ്രസിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അന്ന് 100 പേർക്ക് അടി കൊണ്ടു, ഞങ്ങൾ 99 പേരെ അടിച്ചുള്ളൂ എന്നുള്ള ഒരു ന്യായീകരണമെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അതേപോലെ ഞങ്ങളും ആവർത്തിക്കുന്നു. അവര് ചെയ്തത് ഞങ്ങൾ ചെയ്തത് അതേപോലെ. പിന്നെ നിങ്ങൾ എന്തിനാണ് മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത് എന്താ ശരിയായത്? ഈ സംഭവം അല്ല കേരളത്തിലുണ്ടായിട്ടുള്ളൂ. എന്റെ മുമ്പിലേക്ക് പോലീസുകാർ ഞങ്ങളെ പാർട്ടിക്കാരെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ മിണ്ടാതെ അടി കൊണ്ട് വീട്ടിൽ പോയോ? നിങ്ങൾ മിണ്ടാതെ അടി കൊണ്ട് വീട്ടിൽ പോകണോ ചെയ്ത്? ആണോ അടി കൊണ്ട് വീട്ടിൽ പോകണോ ചെയ്ത്? അന്ന് പ്രതിഷേധിച്ച പോലെ ഇത് ഈ മുടന്ത ന്യായം കൊണ്ടൊന്നും ഈ കളി നടക്കില്ല. ഇത് ഇത്തരക്കാർക്ക് പോലീസിനിലെ ഇതുപോലെ പുഴുക്കുത്തുകൾക്ക് നിങ്ങൾ വളമിട്ട് കൊടുക്കുന്നതിന്റെ വാക്കുകളാണത്. ഇതിനെതിരെ പറയാൻ നിങ്ങൾ എണീറ്റ് നിൽക്കണം. നിങ്ങളാണ് ആദ്യം എഴുന്നേറ്റ് നിൽക്കേണ്ടത്. വർഗീസിനെ പോലുള്ള ഇടതുപക്ഷത്തിലെ ആളുകളാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. എന്നിട്ട് പറയണം ഇങ്ങനെ എല്ലാ ഇടതുപക്ഷത്തിന്റെ പോലീസ് പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും കോൺഗ്രസ്സുകാരില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മാറിയെന്ന് അവരെ തന്നെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. നിങ്ങളും അവരും ചെയ്യുന്നത് ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ മാറ്റമുണ്ടാക്കിയത്? എന്തിനാ നിങ്ങൾ ജനങ്ങളെ സമീപിച്ചത്? ഞങ്ങളും ഇതേപോലെ ഭരിക്കും എന്ന് പറയായിരുന്നില്ലേ? ഇതേപോലെ ചെയ്യും എന്ന് പറയായിരുന്നില്ലേ? കേസ് അന്വേഷിച്ചിട്ട് അതൊന്നും പറയണ്ട. ഇന്ന് കേസ് അന്വേഷിച്ചിട്ട് ഈ 2 ഉദ്യോഗസ്ഥർ ഈ സർവീസിൽ ഉണ്ടോ? എന്താ അന്വേഷിച്ചത്? നിങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു CCTV ദൃശ്യം എടുത്ത് ഇതുപോലെ ഒന്ന് അന്വേഷിക്കാൻ കഴിയാത്ത നിങ്ങൾ 2.5 വർഷം കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് ദൃശ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും അന്ന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ, അന്ന് തന്നെ നിങ്ങളൊന്ന് കയറി പരിശോധിച്ചിരുന്നെങ്കിൽ ഈ 3 പേർക്ക് അതിനെ ഈ സർവീസിൽ ഇരുത്താമോ? ഇതുപോലുള്ള ആളുകളെ പോലീസിൽ ഇരുത്താമോ? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ശ്രീ ജനാർദ്ദനൻ കണ്ണൂരിൽ നിന്നാണ് ജനാർദ്ദൻ കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ ജനാർദ്ദൻ കണ്ണൂർ ടൗൺ താളിക്കാവാണ്. സ്ഥലമില്ല ടൗണിൽ ഒരു സ്ഥലമുണ്ടല്ലോ, കണ്ണൂർ സിറ്റി, കണ്ണൂർ താളിക്കാവ്. ഇത് എപ്പം നടന്ന സംഭവമാണ്? ഇത് 2023. 23 നിങ്ങൾക്ക് വേറെ ഒന്നും ചർച്ച അയ്യോ ചർച്ച ചെയ്യാൻ വേറെ ഒന്നും കിട്ടിയില്ല.
ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോ കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾ പഠിക്കണോ? ഞങ്ങളത് പൂച്ചകളാണോ പാല് കുടിക്കുമ്പോ ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ? നിങ്ങൾക്ക് ഇത് ഭയങ്കര ദുഃഖമുള്ളതായിരിക്കും. 2023 ദൃശ്യമേ ആ മനുഷ്യൻ 2 വർഷം നിയമ പോരാട്ടം നടത്തി ഇന്നാ കിട്ടിയത്. എന്നാ പിന്നെ രാജൻ കേസൊക്കെ നാളെ 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യം ഇപ്പോഴല്ലേ പുറത്തു വന്നത്? രാജൻ കേസിന്റെ ദൃശ്യം ഇപ്പൊ പുറത്തു വന്നാൽ അത് ഇപ്പോഴും കൊടുക്കും, വാർത്തയാകും. ആ രാജൻ കേസിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങൾ ഇതിപ്പോ ഇയാൾ എങ്ങനെ ജീവൻ രക്ഷപ്പെട്ടെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. നിങ്ങൾക്ക് ഇതങ്ങോട്ട് ഈ 2023 നടന്ന കേസിൽ 2023 നടന്ന ആ കേസിൽ പോലീസിന് എന്ത് നടപടിയെടുത്തു? നിങ്ങളുടെ സ്റ്റേഷനകത്തിരുന്ന ഒരു CCTV ദൃശ്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. 2023 നിങ്ങൾ എന്താ ചെയ്തത്? വീട്ടിനടുത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുത്തു, ഇൻക്രിമെന്റ് ഒന്ന് കട്ട് ചെയ്തു. ഇൻക്രിമെന്റ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 ഇടി തരട്ടെ, നിങ്ങൾ വാങ്ങിക്കൂ. ഞാൻ പറയുന്നത് കേക്ക്. 1977 രാജനെ കൊന്നു. ഞാനതൊന്നും എതിർക്കുന്നില്ല. അതിലൊക്കെ നിങ്ങൾ പറയുന്ന അതേ നിലപാട് തന്നെ എനിക്കുള്ളത്. എനിക്ക് നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. ഈ മനുഷ്യനെ തല്ലിയത് മറ്റേതിലൊക്കെ നമുക്ക് ഒരേ അഭിപ്രായം അല്ല. ഇല്ലല്ലോ, നിങ്ങളെന്താ അത്? എന്നാ പിന്നെ അതും ചർച്ച ചെയ്യാം. നിങ്ങൾ അതിൽ പുതിയ എന്തെങ്കിലും ദൃശ്യം കൊണ്ടു അത് കേരളം നല്ലോണം ചർച്ച ചെയ്താണ്. അല്ലാണ്ട് രാജനാടി കൊണ്ട് കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ വഴി തന്നെയല്ലേ നിങ്ങൾ അറിഞ്ഞത്. അല്ലാതെ നിങ്ങളോട് രാജന്റെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞൊന്നുമല്ലല്ലോ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലായിരുന്നു കിട്ടിയതാണ്. ഇപ്പൊ അന്ന് നല്ലോണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇത് ഈ കാണുമ്പോ വിരളി പിടിക്കാണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടതുപക്ഷ പ്രവർത്തനാണെങ്കിൽ ഇതല്ല എന്റെ സർക്കാർ എന്ന് പറയാനുള്ള, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച ഭരണം എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കാതെ രാജൻ കൊലക്കേസിലെ കാര്യം ഉണ്ടായല്ലോ, അത് ഇയാൾ മരിച്ചില്ലല്ലോ എന്നാണോ നിങ്ങളുടെ വിഷമം? അതാണോ നിങ്ങളുടെ വിഷമം? ഈ മനുഷ്യൻ മരിച്ചില്ല എന്നുള്ളതാണോ നിങ്ങളുടെ വിഷമം? കേരള പോലീസിനെയല്ല ഞാൻ കുറ്റം പറഞ്ഞത്. ഇതുപോലെ പുഴുക്കുത്തുകളെയും ഈ പുഴുക്കുത്തുകളെ എടുത്ത് പുറത്ത് കറിയാൻ കഴിവില്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ കേരള പോലീസിനെ അല്ല പറയുന്നത്. കേരള പോലീസിനകത്ത് ഇതുപോലുള്ള പുഴുക്കുത്തുകളെയും ഇവരെ എടുത്ത് പുറത്ത് കളയാൻ ധൈര്യമില്ലാത്ത ഭരണകൂടത്തെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്ന് പറയട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന വീട്ടിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാ കോൺഗ്രസ്സുകാരൻ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി പോലീസിന് ഒരു സംവിധാനം. അതിനൊന്നും ഞാൻ എതിരല്ല. ഞാൻ അതിൽ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു. നിങ്ങളോടൊപ്പം ആ വിഷയത്തിൽ നിങ്ങളെ പോലെ പ്രതിഷേധിക്കുന്നു. പക്ഷെ നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ തല്ലുമ്പോൾ മാത്രമേ വേദനിക്കൂ. എനിക്ക് മനുഷ്യരെ തല്ലുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം തല്ലുകൊള്ളാതിരിക്കാൻ അങ്ങനെ വല്ല നിയമമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എല്ലാ തല്ലിനെയും ന്യായീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ തല്ലിനെയും എതിർക്കണം. അല്ലാതെ നിങ്ങൾക്ക് അടി കൊള്ളുമ്പോൾ മാത്രം വേറൊരു ന്യായം, നാട്ടുകാർക്ക് അടി കൊള്ളുമ്പോൾ ചിരിക്കാനും അതെന്ത് ന്യായം? ഇന്ന് എന്തെല്ലാം കാര്യം ചർച്ച ചെയ്യാൻ? അയ്യോ, ഇന്ന് എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടത്? അങ്ങൊന്നും പറഞ്ഞു തന്നെ. ഞാൻ പത്രപ്പുറത്ത് തുടങ്ങി 25 കൊല്ലമായി. എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങൊന്നും പറ, എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കാണ്, മറുപടി പറ. എന്താ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ഗുജറാത്തോ? ഇന്നെന്താ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? പറഞ്ഞോ, ഞാനൊന്ന് കേൾക്കട്ടെ. ഈ നാട്ടിലെ പൊതുവേദി കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒന്ന് കേൾക്കട്ടെ. ഇന്ന് എന്താ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ഇന്ന് ചർച്ച ചെയ്യാൻ പ്രശ്നം പറയുന്നത് ഞാനതാ ചോദിക്കുന്നത്. എന്താ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ഇന്ന് ന്യൂസ് പേപ്പർ ഒന്നും ഇറങ്ങിയില്ല. ഇന്ന് ന്യൂസ് പേപ്പർ ഇറങ്ങിയതിന്റെ ശേഷമാണ് ടെലിവിഷനിൽ വാർത്ത വന്നിട്ട് പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ വരിക. നാളത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കോ, ഇത് പ്രധാന വാർത്ത. നല്ലൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണ്? നിങ്ങളോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കില്ല എന്താ ചർച്ച ചെയ്യേണ്ടത്? 80 വർഷം ഹിരോഷിമയിൽ ജപ്പാന്റെ മേലെ ചൈന നേടിയ വിജയമുണ്ട്. അതെ, ഈ അനുപദം ഈ പാട്ട്, ഈ അപദാന കഥകൾ ഇങ്ങനെ കേട്ട് ശീലിച്ച മനുഷ്യർക്കുണ്ടല്ലോ, ആ അപദാന പാട്ടുകൾ പാടാൻ താല്പര്യമില്ല. അത് ചെയ്യില്ല. ഇത് എന്റെ വാക്കാണ്. ഈ അപദാന ഗാനം നിങ്ങളിങ്ങനെ ശ്രുതി പാടൽ കേൾക്കാൻ താല്പര്യം കൊള്ളുന്നവരായി എന്നാ ഇത് മാറിയെന്നാ എനിക്ക് മനസ്സിലാകും. ഒരു മനുഷ്യനെ തല്ലിച്ചതച്ചിട്ട് ഈ നാട്ടിലെ പോലീസ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് 80 വർഷം മുമ്പ് നടന്ന ആ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞാൻ ചർച്ച നടത്തണമായിരുന്നു. എനിക്ക് മനസ്സില്ല. ലോകത്തെ മഹാസംഭവമാണ് അത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യരെവിടെ? നിങ്ങളെ ഞാൻ വിചാരിച്ച ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ വിളിക്കുന്നു പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? എവിടെ മനുഷ്യന്റെ കയ്യിൽ ചങ്ങല വീഴുന്നോ അവിടെ എൻ്റെ കൈകൾ വേദനിക്കുമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആണ് ഞാൻ നിങ്ങളിൽ കാണാൻ ആഗ്രഹിച്ചത്. എവിടെ മനുഷ്യന്റെ മുതുകിൽ മർദ്ദനമേൽക്കുന്നോ അവിടെ എൻ്റെ നെഞ്ച് വേദനിക്കുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകാൻ നിങ്ങൾ എന്ന് തയ്യാറാവുന്നു, അന്ന് ഈ കേരളം മാറും. ശരി, കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ പൊതുവേദിയിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാ വിളിക്കുന്നത്. എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇൻട്രോ ഒക്കെ ശരിക്കും കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവതാരകന്റെ ആവേശം കുറച്ച് കുറയുമ്പോൾ സംസാരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാ. അത് തന്ത്രപരമായ ഒരു നീക്കമാണ്. പക്ഷേ സാധാരണ എനിക്ക് ഇത്ര ഒച്ച വെച്ചാൽ ഇവിടെ അർജുൻ വെള്ളം കൊണ്ട് തരാറ്. എനിക്ക് മനസ്സിലായി. എനിക്കിത് സംഗതിയുടെ ഗൗരവം മനസ്സിലായി. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് സംസാരിച്ച് ആരും ഒന്നും കേൾക്കൂല. അതുകൊണ്ട് ഇൻട്രോയിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതെല്ലാം മുഴുവൻ സത്യമാണ്. ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇതിനകത്ത് യാതൊരു കാര്യമില്ല.
ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഇനിയുണ്ട്, ഇല്ലാതെയൊന്നുമില്ല. അയാൾ ഞാനിപ്പോ ഇന്ന് പകൽ മുഴുവൻ ഞാൻ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, TV കണ്ടില്ല, വന്ന് ഫോൺ ചെയ്തപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. എനിക്ക് ശരിക്കും അത് കണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പോലീസുകാരനും സർവീസിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ കൃഷ്ണൻകുട്ടി സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ല. ഇതെന്താ ഈ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ചെയ്താൽ ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യത എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ ആള് വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടാവും, ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാവും, ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, ശരിക്കും ഒരു അന്വേഷണം നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങള് അവർക്കൊന്നും ശിക്ഷ കിട്ടാതെ പോയതോ അവരെ ഒരു ട്രാൻസ്ഫറിലോ എന്തോ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് തല്ലിയിട്ടിരിക്കുന്നു. നാളെ ഇതുപോലെ വേറൊരാളെ തല്ലി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അതുപോരാ. എന്റെ അഭിപ്രായത്തില് ഇതൊരു പുനരന്വേഷണത്തിന് വയ്ക്കണം. ആ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ആൾക്കാർ മാത്രമല്ല, അതിന് ചുമതലയുള്ള ഓഫീസർമാർ വേറെ ഉണ്ടാവും. സൂപ്പർവൈസറി ഫോൾട്ടാണ് വലിയ തോതിൽ ഇതിങ്ങനെ നടക്കാൻ അനുവദിക്കുന്നതാണ്. സ്വന്തം ഓഫീസിൽ ഇതുപോലെ എന്ത് ജോലി നടക്കട്ടെ എന്ന് കരുതിയിട്ടുള്ള അവിടുത്തെ പോലീസ് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ അങ്ങനെ ഇത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ 3 പേരുടെ തലയിലേക്ക് അത് അങ്ങ് ഇട്ടിട്ടുമല്ലേ അങ്ങ് രക്ഷപ്പെടുകയാണ്, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പോയതാണ്. ഇതിൽ ഇവർ ഈ സർവീസിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് എന്നെ അലോസരപ്പെടുത്തുന്നത്. നാളെ ഞാൻ ഇനിയിപ്പോൾ ഈ കുന്നംകുളത്തേക്ക് എങ്ങനെ പോകുമെന്നാണ് എൻ്റെ പേടി. ഇവർ ആ വഴിയിൽ എവിടെയെങ്കിലും നമ്മളേറ്റ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയി ഇടിച്ചാൽ ആര് ചോദിക്കും? ഇതാകുമ്പോൾ കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും വരും. യെസ്, എന്നോടൊപ്പം എന്തോ പ്രശ്നം പറ്റി അദ്ദേഹത്തിന്. ഓക്കെ, ചന്ദ്രൻ നായർ കൂടി തേരുകയാണ് തിരുവനന്തപുരം. ചന്ദ്രൻ നായർ, എന്താണ് ചന്ദ്രൻ നായർ ഹാപ്പി ഓണം എന്ന് പറയാനാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന്. പക്ഷേ ഇതൊരു അൺഹാപ്പി വിഷ്വൽസ് ആണ് വരുന്നത്. ചന്ദ്രൻ നായർ, അവിചാരിതമായിട്ടെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കയറിയത് ഈ അനുഭവങ്ങളെന്ന് വെച്ചാൽ ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ ഒരു ചെറിയൊരു ശതമാനം കണ്ടതിനെ പോലും ന്യായീകരിക്കുന്ന ഒരു സമുദായമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് സാറേ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലീസുകാരിൽ ഭൂരിഭാഗം പേരും ഇപ്പൊ വിദ്യാസമ്പന്നരാണ്, പക്ഷെ അതിന്റെ ഒരു ഗുണവും കാണുന്നില്ലല്ലോ സാർ. വിദ്യാസമ്പന്നരായിട്ട് ഒരു കാര്യമില്ല അല്ലേ? ഒരു കാര്യമില്ല സാർ. ശരി, ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ശ്രീ ചന്ദ്രൻ നായർ. അപ്പോൾ ഹാപ്പി ഓണം. ഞാനൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ ഉടനെ ആളുകൾ അത് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അപ്പോഴേക്കും ഉത്തർപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും പോകുന്ന നേതാക്കളുടെ അണികളാണ് ഇവർ എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അതല്ല, അത് ഒരു തർക്കം വന്നപ്പോൾ അവരവരുടെ പാർട്ടിയെ ന്യായീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണപിള്ള പറയുന്നു മനു ഇതൊക്കെ സർവീസിലിരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവരെ ആ CCTV അങ്ങ് നോക്കി ഇത് വീട്ടിൽ പോയിക്കോളാൻ അന്ന് തന്നെ പറയേണ്ട ഒരു സംഭവം, അങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിലില്ലേ? ഇവിടെ ഇതുപോലെ വേറൊരു സാധാരണക്കാരനാണ് ചെയ്തതെങ്കിൽ കർശനമായ നടപടിയെടുക്കാൻ ഈ പോലീസിന് എങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മനു, എനിക്ക് ഹാപ്പി ഓണം ശ്രീധരൻ പിള്ളை തിരക്കുന്നുണ്ട്. CPM-കാർ തല്ലായാലും കൊന്നാല. ഓക്കെ ആരും ചോദിക്കാനില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, അങ്ങനെ നമുക്കങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്കിതൊന്നും ചോദിക്കണ്ടേ. അക്യൂറിയസ് പറയുന്നു ഈ വിഷയം ചർച്ച ചെയ്തത് വളരെ നല്ലതായി, ശുചിത്തിന് നീതി കിട്ടും വരെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, ഇത് ആരെയും ബാധിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നു. ഓക്കെ, എന്നോടൊപ്പം അക്യൂറിയസ് പിന്തുണ നൽകുന്നു. ഗോപാലകൃഷ്ണപിള്ള ഈ ചർച്ച ചെയ്ത വിഷയം ശരിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഈ പോലീസിനെ ന്യായീകരിക്കാത്തതിനെ ഇന്ന് ചിലർ അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം ന്യായീകരിച്ചില്ല, അതൊരു നിഷ്പക്ഷ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അത് വളരെ സന്തോഷം തരുന്ന. അപ്പോൾ എൻ്റെ മൂഡ് കണ്ടിട്ട് ചിലപ്പോൾ ന്യായീകരിക്കാത്തതാണോ എന്ന് ജയകുമാർ സംശയിക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ, ഏതായാലും അദ്ദേഹം ന്യായീകരിച്ചില്ല. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കുറേയൊക്കെ വലിയൊരു സത്യസന്ധനായ നിലപാട് പലപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ്. പിന്നെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് പറയുന്നു. ഓക്കെ, എൻ്റെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ കൂടി എനിക്കിപ്പം ചേർന്നുണ്ട്. ശ്രീ അഹമ്മദ് ബാബ കേൾക്കാമോ? ഞാൻ ശ്രീ അഹമ്മദ് ബാബ ഇന്ന് ആ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ തിരക്കൊക്കെ ചോദിക്കാൻ പറ്റിയ അതിൻ്റെയൊക്കെ വിഷയങ്ങൾ അറിയാനായിരുന്നു സത്യത്തിൽ എനിക്കൊരു ആകാംക്ഷ. പക്ഷേ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന വിഷയം നമ്മൾ കണ്ടില്ലേ ശ്രീ അഹമ്മദ് ബാബു, ഒരു ഓണാഘോഷത്തിൻ്റെ നടുവിലേക്ക് വരുന്ന ഒരു ദൃശ്യം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത് ഈ നാട്ടിലെ പോലീസിങ് ഇതാണോ ഇവർ ഈ നാട്ടിൽ വലിയ പോലീസ് എന്ന് പറഞ്ഞ് ഇതിനാണോ നികുതിപ്പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? ശ്രീ അഹമ്മദ് ബാബു, ന്യൂസ് ചാനലിനും താങ്കൾക്കും ഞാൻ ഹാപ്പി ഓണം അവസാനത്തിൽ പറയാ കേട്ടോ. ഇത് ഇനി താങ്കൾ ധൈര്യമായിട്ട് കുന്നംകുളത്തേക്ക് വന്നോളൂ. ഏതെങ്കിലും പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മോശം അനുഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന് പ്രതികരിച്ചാൽ മതി. പിന്നെ പോലീസുകാർ ഇങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കൂല. ഇത് ഇവരുടെ ഒരു തട്ടിപ്പാണ്. പക്ഷെ ഈ മനുഷ്യന് എന്തോ പ്രതികരിച്ചാണ്, ആരെയോ പിടിച്ച് വരട്ടുന്ന കണ്ടപ്പോ എന്തിനാണെന്നോ പോയി ചോദിച്ചാൽ അയാൾ വിളിച്ചോണ്ട് പോയി അടിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ ഇന്ന് നിങ്ങൾ ചാനലുകാർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ പറയുന്നത് അദ്ദേഹത്തെ ഈ ഉപദ്രവിച്ചതിലുള്ള ഒരു SI അപ്പോഴും ആ സുഹൃത്ത് പറയുന്നത് സാർ എന്നാണ്. ആ സംബോധനയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പറ്റിയ തെറ്റ്. ഒരു SI എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർ റാങ്ക് ഇല്ലല്ലോ. SIക്ക് ഗസറ്റഡ് ഓഫീസർ റാങ്ക് ഇല്ലല്ലോ. ഇല്ല. ഒരു +2 അധ്യാപകന് ഗസറ്റഡ് ഓഫീസറുടെ റാങ്ക് ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റാണ്, തിരുത്തി തരണം. നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം. ഏതായാലും നമ്മൾ യൂട്യൂബ് കാർഡ് ഒന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഇന്നത്തെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഇത് പോലീസിൻ്റെ ഒരു സ്ഥിരം രീതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് 21% ആളുകൾ പറയുന്നു. പക്ഷേ 79% ആളുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പലയിടത്തും നടക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതൊരു ഒരു കണ്ണു തുറക്കലിന് ഒരു സാഹചര്യം ഒരുക്കണം. പോലീസിന് ഇതിനുള്ള അധികാരമില്ല. ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് സാധാരണക്കാരെ എങ്ങനെയെങ്കിലും പിടിച്ച് കുറ്റവാളികളാക്കുക, നാട്ടിലിറങ്ങി നടന്ന് ചെറിയ പണപ്പിരിവ് നടത്തുന്ന ഈ പെറ്റി കേസുകളിൽ വെച്ചിട്ട് അതിലെന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി ആക്രമിക്കുന്നതൊക്കെ തരത്തിൽ നിന്നൊക്കെ പോലീസിനെ മോചിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പോലീസ് മാറി ചിന്തിക്കാൻ തയ്യാറാകണം. അതിന് സർക്കാരും ചെയ്യണം. ഈ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അവരെ കൊണ്ട് ഇതുപോലെ കൊട്ടേഷൻ കൊടുത്ത് ആളുകളിൽ നിന്ന് ചെറിയ പെറ്റി ഒഫൻസിൻ്റെ പേരിൽ ആളുകളെ പീഡിപ്പിക്കുന്ന അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ വലിയ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണം. കൊടി സുനിയെ പോലുള്ളവരെ ബാറിൽ കൊണ്ടുപോകുന്ന പോലീസിനെ കേരളത്തിന് വേണ്ട. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.